ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ യാത്ര വേറെ ഓടിക്കുകയല്ല, ഒന്ന് മൂന്നാർ വരെ പോകാമെന്ന് വെച്ചു. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും എനിക്ക് ലീവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഒരു സ്റ്റേക്കേഷൻ പോയി വരാമെന്ന് വിചാരിച്ചു. രാവിലെ എന്നത്തെയും പോലെ നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചതാണ്. പക്ഷേ കല്യാണത്തിന് ക്ഷീണങ്ങാനും ഇന്നും എണീക്കാൻ നേരം വൈകി. അങ്ങനെ വല്ല ഒരു ടൈമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. 2:30 ചെക്കിന് പറഞ്ഞെങ്കിലും ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു 5 മണിയായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം പൊടിയും കാറ്റ് പിടിച്ച് വണ്ടിയുടെ കോലം ആകെ പോയി. അങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ട്രക്കിങ്ങിനുള്ള ജീപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ നമ്മുടെ ജീപ്പൊക്കെ എത്തി. നമ്മുടെ റിസോർട്ടിലോട്ടുള്ള വഴി ഒരു ഓഫ് റോഡ് വഴിയാണ്, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ വഴി നല്ല വഴികളായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ വഴികളൊക്കെ ഭയങ്കര ടാസ്ക് ആവാൻ തുടങ്ങി. അതെ, ഒരു ഹാഫ് അവർ ഏകദേശം ഒരു ടാസ്ക് പിടിച്ചൊരു ഓഫ് റോഡ് വഴിയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോപ്പർട്ടിയിൽ റീച്ച് ആയിരിക്കുകയാണ്. മൂന്നാറത്തെ ഫോറസ്റ്റ് കൗണ്ടിയിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഇതാണ് അവിടുത്തെ ബെഡ്റൂമും ബാൽക്കണിയും ഒക്കെ എല്ലാം അടിപൊളിയായിരുന്നു. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ആയിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ ചില്ല് ചെയ്തിരുന്നു. പറയാതിരിക്കാൻ വയ്യ, റിസോർട്ടിലെ വ്യൂ എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ റിസോർട്ട് മൊത്തം നടന്ന് കണ്ടിരുന്നു. മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേക്കേഷനാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഫോറസ്റ്റ് കൗണ്ടി. ഞങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലെ ശേഷം. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.